ആസാദി ഈ ആഴ്ച റിലീസായ സിനിമയാണ്, വെള്ളിയാഴ്ച റിലീസായതാണ്. ജോ ജോർജാണ് ഈ സിനിമയുടെ സംവിധായകൻ. സാഗർ അദ്ദേഹമാണ് എഴുത്തുകാരൻ. അദ്ദേഹം പല സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല വീര്യം കൂടിയ ഐറ്റങ്ങളാണ്. ഒന്ന് തിരി കൊളുത്ത് വിട്ടാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കണ്ണട ചോർക്കുന്നതിന് മുമ്പ് തീർന്നു പോകുന്ന ഐറ്റങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. വീഗം, സത്യം മാത്രമേ ബോധിപ്പിക്കൂ, ധ്യാൻ്റെ ചങ്കാണെന്ന് തോന്നുന്നു. വേറെ സിനിമകളുണ്ട്, പെട്ടെന്ന് ഓർമ്മ വന്ന ഇതൊക്കെയാണ്. ഇത് അദ്ദേഹം എഴുതുന്ന സിനിമയാണ്. സാധാരണ എല്ലാവരും അവർ എഴുതുമ്പം സംവിധാനം ചെയ്യുമ്പോൾ അവരുടെ ഫേവറേറ്റ് ഐറ്റംസും എഴുതുമ്പം അവർക്ക് സംവിധാനം ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുറച്ച് അതിൻ്റെ താഴ്ന്ന ഐറ്റംസാണ് ചെയ്യുന്നത്. ഇദ്ദേഹം നേരെ തിരിച്ചാണ് ഇത്തവണ ചെയ്തത്. പുള്ളി സംവിധാനം ചെയ്തതെല്ലാം നല്ല ഊളപ്പടങ്ങൾ, പക്ഷേ എഴുതിയത് ഒരു മിനിമം ക്വാളിറ്റി ഉള്ള സിനിമയാണ് ആസാദി. 2 മണിക്കൂർ 11 മിനിറ്റാണ് ഡ്യൂറേഷൻ. നമുക്ക് ഈ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ തന്നെ മനസ്സിലാവും ഇതൊരു കൂറപ്പടം, നമുക്ക് കളിയാക്കാനുള്ള പടം അങ്ങനല്ല, ഒരു ക്വാളിറ്റി ഉള്ള സിനിമയാണെന്ന്. അങ്ങനെ ഇൻ്റർവെൽ വരെയൊക്കെ ഭയങ്കര ലാഗിൽ ഒരു മണിക്കൂറേ ഉള്ളെങ്കിൽ ഒരു 1.5 മണിക്കൂർ കണ്ട ഫീൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ പടം ഓണാവുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ട് കുറച്ച് സമയത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് ഹാഫിൽ ആ 1 മണിക്കൂർ 1.25 മണിക്കൂർ കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു അരമണിക്കൂർ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. 1-2 നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല സിനിമയാണല്ലോ. ഇപ്പം തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് നമുക്ക് ഒരിക്കലും പറയത്തില്ല. OTT ഒക്കെ വന്ന് കണ്ടു കഴിയുമ്പം ഇത് കൊള്ളാമല്ലോ, കുറച്ചുകൂടെ തിയേറ്ററിൽ അറിയിക്കേണ്ട സിനിമകളിലും തോന്നാം. പക്ഷേ നമ്മൾ തിയേറ്ററിൽ പൈസ കൊടുത്ത് കണ്ടാൽ കുഴപ്പമില്ല, ആ രീതി. അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി പെടുത്താവുന്ന സിനിമയാണ്. നമ്മളിപ്പം OTT ഒക്കെ വന്നു കഴിഞ്ഞ് കാണുമ്പോൾ ഉറപ്പായിട്ടും ഒരു തവണ 1 ടൈം വാച്ച് അറിയിക്കുന്ന സിനിമയാണ്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആരും ഭയങ്കര പൊളിയായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ശ്രീനാഥ് ബാസി ആയാലും ലാലായാലും രവീണ രവി ആയാലും സൈജു കുറുപ്പ് കോമഡിയായിരുന്നു. പുള്ളി കുഴപ്പമില്ലാതെ ചെയ്തു, പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ ഭൂലോക കോമഡിയാണ്. തിയേറ്ററിൽ ഇരുന്ന് സീരിയസ് സീനിൽ നമുക്ക് ചിരി വരും. പിന്നെ അഭിരാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട വാണി വിശ്വനാഥിൻ്റെ ക്യാരക്ടറാണ്. നമുക്ക് ഒരു ദേഷ്യം തോന്നുന്ന ക്യാരക്ടറാണ്, പക്ഷേ എനിക്ക് നന്നായിട്ട് പുള്ളിക്കാരി ചെയ്തതായിട്ട് തോന്നി. പുള്ളിക്കാരുടെ തിരിച്ചു വരവിൽ റൈഫിൾ ക്ലബ്ബിൽ അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കത്തിലൊക്കെ കോമാളി ആക്കി കളഞ്ഞു. പക്ഷേ ഇതതുപോലല്ല, അതിൻ്റെ രണ്ടിനും നടുക്ക് വരുന്ന ഒരു ലെവലിൽ പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ പല സിനിമകളുടെയും ഇപ്പം സപ്തമശ്രീ തസ്കര തുടങ്ങി പല സിനിമകളുടെയും ഒരു ടച്ച് നമുക്ക് പലയിടത്തും തോന്നും. സ്റ്റിൽ ഞാൻ പറയേ അവസാനത്തെ ട്വിസ്റ്റുകളിലൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കൊരു ഡീസൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. ലാഗ് ഒരു പ്രോബ്ലമാണ് സ്റ്റിൽ. അപ്പം എനിക്കൊരു 1 ടൈം വാച്ചബിൾ, ഒരു ആവറേജ് ഒരു 1 ടൈം വാച്ചബിൾ അനുഭവമാണ് ആസാദി നൽകിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.